നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വന്നെന്നും പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ജനസൗഹാർദ്ദപരവും ആധുനികവുമാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം, ഡിജിറ്റൽ മെമ്മോഗ്രാഫ് മെഷീൻ, ഗർഭാശയ ഗള, ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിൻ വിതരണ സംസ്ഥാനതല പൈലറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ചാൽ 1956 നമ്മുടെ സംസ്ഥാന രൂപം കൊണ്ടത്. 57 വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഇവിടെ ഇതിനെ മാറ്റുകയുണ്ടായി. അത് താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് വരുന്നത് 2009 നമ്മുടെ കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഇവിടുത്തെ ആശുപത്രി നേരത്തെ മുതൽക്ക്. കേവലമായ ഒരു കെട്ടിടമല്ല, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയ സംവിധാനമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 59 കോടി 23 ലക്ഷം രൂപ ചെലവിൽ 12 നിലകളിലായാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയത്. 171 കിടക്കകൾ, 9 കിടക്കയുള്ള മെഡിക്കൽ ICU, 4 ഓപ്പറേഷൻ തിയേറ്റർ, 4 ലേബർ സൂട്ടുകളുള്ള ലേബർ റൂം, 12 OPകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒട്ടും അതിശയോക്തിയില്ലാതെ എത്ര സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഈ നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഒരുപാട് പഴയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. സൂപ്രണ്ടന്മാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഈ ആശുപത്രിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത്.
ഇതിന് തൊട്ട് മുമ്പ് പ്രവർത്തിച്ച സൂപ്രണ്ട് ഡോക്ടർ അലി എന്നെയും ഞങ്ങളുടെ നിന്ന് 2-3 പേര് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് ഒരു വാട്സപ്പ് കൊണ്ട് കാണിച്ചൊരു സന്ദേശം. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുകയാണ്, ഡോക്ടറെ ഈ കെട്ടിടം എന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽ വല്ല നിർമ്മിത ബുദ്ധി വല്ലതാണോ, വല്ലതാണോ, അതോ ഇത് ശരിക്കും ഒരു സർക്കാർ ആശുപത്രിയാണോ എന്ന് അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം ഒരു ഡോക്ടർ അയച്ചത് അദ്ദേഹം കാണിക്കുകയുണ്ടായി. എംപിമാരായ ഡോക്ടർ വി ശിവദാസൻ, MLA-മാരായ കെ ശൈലജ ടീച്ചർ, KP മോഹനൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ K അജിത, ലിജി സജേഷ്, KV രജീഷ്, KK ഷമീർ, MB ശ്രീജ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ പീയൂഷ് N, NHM DPM ഡോക്ടർ PO അനിൽകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK സഹിന, PWD കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, വാർഡ് കൗൺസിലർ R ഹേമലത, നഗരസഭാ സെക്രട്ടറി PM അനീഷ്, K ധനഞ്ജയൻ, C വിജയൻ, CG തങ്കച്ചൻ, PK ഷാഹുൽ ഹമീദ്, N ധനഞ്ജയൻ, ഷംജിത്ത് പാട്യം, മുഹമ്മദ് റാഫി, K പ്രകാശൻ, ശ്രീനിവാസൻ മാറോളി, അഷ്റഫ് ചെമ്പിലാലി, PK പൂക്കുഹാജി, P പ്രമോദ്, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉത്സവ അന്തരീക്ഷത്തിലാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.